അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. DGP സാറിൻ്റെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞ് അതാ ഷമീർ വീട്ടിലേക്ക്. ഉമ്മ കാത്തിരിക്കുകയായിരുന്നു. അതെ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഉമ്മയെ വിളിച്ചെന്ന് കാര്യം പറയണോ, അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ നേരെ അങ്ങ് നടക്കുക തന്നെ. അങ്ങനെ അതാ ആ ഒരു പാട വരുമ്പത്ത് കൂടെ നമ്മുടെ ഷമീർ എസ് ഐ അതാ നടക്കുന്നു. എന്നാൽ ഉമ്മ അതാ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നോക്കിയിരിക്കുന്നു. എൻ്റെ കുട്ടി വരുന്നുണ്ടാവോ റബ്ബേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വരുന്നു. ഉമ്മ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെ നോക്കിയിരിക്കേനു. മോനെ എന്ത് ഇത്ര വൈകിയത്? ഉമ്മ ഞാൻ പറഞ്ഞില്ല സൽക്കാരത്തിന്. എന്നാലും മോനെ, അതെ, അവിടെ ചെന്ന് ചിരിയും കളിയും സംസാരവും പിന്നെ ഭക്ഷണം കഴിക്കലും പിന്നെ അവിടെ ഒരു മോളുണ്ട്, DGP സാറിനെ ഒരു മോളുണ്ട്. ആ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഏതായാലും ഉമ്മാൻ്റെ കുട്ടിക്ക് ഭക്ഷണം ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ, എൻ്റെ പൊന്നുമ്മ, എൻ്റെ വയറ് ഫുള്ളാണ്. ഒന്ന് തൊട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി ഉമ്മ, എൻ്റെ വയറ് തൊട്ട് നോക്കി. കാരണം ഞാൻ എൻ്റെ പൊന്നാര മോൻ്റെ വയറ് പൊന്തൂലല്ലോ. കാരണം അമ്മട്ടല്ലേ മോൻ കഴിക്കുള്ളൂ. പിന്നെ മോൻ്റെ 6 പാക്ക് പോകാൻ വിചാരിച്ചിട്ടാണ് മോൻ ഭക്ഷണേ കഴിക്കൂലല്ലോ. അല്ല ഉമ്മ, ഞാൻ നല്ലോണം കഴിച്ചു സത്യമായിട്ടും. ഉമ്മ നല്ല ടേസ്റ്റുള്ള ഒരുപാട് പലഹാരങ്ങൾ ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആണോ, ആയിക്കോട്ടെ, എൻ്റെ കുട്ടി തിന്നി. എൻ്റെ കുട്ടീൻ്റെ പള്ള നിറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് എനിക്ക് സമാധാനമായിരുന്നു. ഇപ്പോഴല്ലേ നമുക്ക് ഉണ്ടായത്. പഴയ കാലത്ത് എൻ്റെ കുട്ടീൻ്റെ ചുങ്ങിയ ആ ഒരു വയറിന് വേണ്ടിയിട്ട് റബ്ബെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഉമ്മ തെണ്ടിക്കണ്. എൻ്റെ കുട്ടീൻ്റെ പള്ള നിറഞ്ഞ് കാണാൻ എൻ്റെ ഉമ്മാൻ്റെ മനസ്സ് ഒരുപാട് ഇടങ്ങാറിയിക്കണ്. എൻ്റെ കുട്ടീൻ്റെ വയറ് നിറഞ്ഞാൽ എൻ്റെ മനസ്സും വയറും നിറഞ്ഞു. അങ്ങനെയായിരുന്നു മോനെ. എന്നാലും അൽഹംദുലില്ലാ ഇപ്പോഴൊക്കെ എത്ര റാഹത്താലേ എൻ്റെ ഉമ്മ. സത്യം പറഞ്ഞാൽ ഷമീറിനത് കേട്ടപ്പോൾ സങ്കടമാണ് വന്നത്. അത് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമ്മ. എന്നാലും അതിനിടയിലും തന്നെ 2 പഠനങ്ങളിലും ഉമ്മ പഠിപ്പിച്ചു. അത് ദീനിയായിട്ടും ഭൗതികപരമായിട്ടും പഠിപ്പിക്കുവാനും ഉമ്മ ഉഷാറായിരുന്നു. ഉമ്മ പണിയെടുത്ത് പോറ്റി ഉണ്ടാക്കിയ ആ ഒരു പൈസ കൊണ്ട് ഉമ്മ സ്കൂളിലും കോളേജിലും ദർസിലും ഒക്കെ ചേർത്തി പഠിപ്പിച്ചു. എന്നാൽ അതിനിടയിൽ ഷമീർ വളർന്നു വലുതായപ്പോൾ ഉമ്മയെ കൃഷിയിലും എല്ലാത്തിലും സഹായിച്ചു. ഭൂമി സ്വന്തമാക്കി. അങ്ങനെയൊക്കെയായി. അതിനിടയിൽ ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് വന്നു. എങ്കിലും ആസിഫ് സാറിൻ്റെ പ്രേരണ കൊണ്ട് അവൻ PSCക്ക് അത് കുത്തിയിരുന്ന് പഠിക്കുക തന്നെ ചെയ്തു. എക്സാം എഴുതി പാസ്സായി. മാഷാ അല്ലാ. അത് ബോഡിയുടെ കാര്യങ്ങളും അവൻ്റെ സാമർഥ്യവും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ മികച്ച ഒരു ഓഫീസറാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞു. എന്നാൽ ഷമീറിൻ്റെ ഒരു കൂട്ടുകാരന് സംഭവിച്ച ഒരു കാര്യം, ആ കാര്യത്തിൽ ഷമീറിന് ഇപ്പോഴും നല്ല ടെൻഷനാണ്. അവനും പോലീസിൽ ജോയിൻ ആകണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അവന് വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു. ഷമീറിൻ്റെ കൂട്ടുകാരൻ സൈഫുദ്ദീൻ, അതെ, ആ സൈഫുദ്ദീൻ എന്നുള്ള ആ ഒരു പേര് കൊണ്ട് അവൻ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സൈഫുദ്ദീൻ എന്നുള്ള പേര് അത് തീവ്രവാദികളുടെ പേരാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടെസ്റ്റിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയത് അതിപ്പോഴും ഷമീറിന് സഹിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. എനിക്കറിയില്ല ഞാനൊക്കെ എങ്ങനെയാണ് കഴിച്ചിലായതെന്ന്. പക്ഷേ മുസ്ലിംസിനെ വളരെയധികം എടുക്കൽ കുറവായിരിക്കും. ശരിക്കും സൈഫുദ്ദീൻ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം റിസ്ക് എടുത്ത മനുഷ്യനാണ്. രാവിലേക്ക് ഒരുപാട് ഓടിയിട്ടും നടന്നിട്ടും ബോഡി സെറ്റപ്പാക്കിയിട്ടും അങ്ങനെ പോലീസിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച വ്യക്തിയാണ് നമ്മുടെ ഷമീറിൻ്റെ കൂട്ടുകാരൻ സൈഫുദ്ദീനെ. പക്ഷേ അവസാന നിമിഷത്തിൽ അവനോട് ചെയ്ത ചതി ഒരിക്കൽ പോലും അവനത് മറക്കാൻ കഴിയുന്നില്ല. അതെ ഉമ്മ, സൈഫുദ്ദീൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. എല്ലാം കൊണ്ടും ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ദർസിലും സ്കൂളിലുമൊക്കെ ഒരുമിച്ച് പഠിച്ചു തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക ഉമ്മ, ഞാൻ അവനോട് ചോദിക്കുമായിരുന്നു, ഓൻ എന്നോടും ചോദിക്കുമായിരുന്നു, ഷമീറേ നമ്മൾ വലുതായാലേ എന്താവണടാ, എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ സ്വപ്നങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ലടാ. കാരണം എന്താകുന്നത് എനിക്ക് ഐഡിയ പോലുമില്ല. നല്ല രീതിയിൽ ജീവിക്കണം, ആളുകളെ സഹായിക്കണം, അതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നാൽ എന്നോട്
സൈഫുദ്ദീൻ അത് ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരം അതായിരുന്നു. പക്ഷേ നിനക്ക് എന്താണടാ ആഗ്രഹം? ഉമ്മ, ഞാൻ തിരിച്ചു ചോദിച്ചതാണ്. എന്നാൽ അത് കേട്ടപ്പോൾ സൈഫുദ്ദീൻ്റെ കണ്ണുകൾ തിളങ്ങി. എനിക്ക് പോലീസാകണടാ, യൂണിഫോം ധരിക്കണം, ജനങ്ങളെ രക്ഷിക്കണം. ശരിക്കും ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. എടാ, ഞമ്മക്കൊക്കെ പോലീസാകാനൊക്കെ പറ്റുമോ? അതിനെന്താടാ, എനിക്ക് സത്യം പറഞ്ഞാലേ നിയമം, നല്ല രീതിയിലുള്ള നിയമം കൊണ്ടുവരണം. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഒരാളും ക്രൂരമായി പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ ചതിക്കപ്പെടാനോ പാടില്ല. എൻ്റെ സ്വപ്നങ്ങളാണ് എല്ലാവർക്കും നീതി കിട്ടണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഞാൻ വിചാരിച്ചു അതൊക്കെ വലിയ ആളുകൾക്ക് പറയുന്നതല്ലേ എന്ന് കരുതി. ഉമ്മ, അങ്ങനെ ആ ദിവസം മുതൽ അതൊരു സ്വപ്നം മാത്രമല്ലായിരുന്നു, അത് സൈഫുദ്ദീൻ്റെ ജീവിതമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അതാ ഓരോ എക്സാമുകളെല്ലാം എഴുതി ലോകവിവരങ്ങൾ അവൻ നേടിയെടുത്തു. ഒരുപാട്. തീരെ റെസ്റ്റില്ല. പഠിക്കണം, വിജയിക്കണം, അതെ പോലീസാകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിലിറ്ററിയിലോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു അവനുണ്ടായിരുന്നത്. രാത്രി മുഴുവനായിട്ട് പഠനമായിരുന്നു. പകൽ മുഴുവൻ പരിശീലനവും. മഴയായാലും ചൂടായാലും അവൻ നിർത്തിയില്ല. അവൻ്റെ ഉമ്മ എപ്പോഴും പറയും, മോനെ നീ ഒന്ന് വിശ്രമിക്ക്. പക്ഷേ സൈഫുദ്ദീൻ ചിരിക്കും. ഉമ്മ, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഉമ്മ, അതുവരെ എനിക്ക് റെസ്റ്റ് ഇല്ലുമ്മ, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലുമ്മ, അവരും എക്സാം എഴുതി. അത്രക്കും ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഒരു വിനോദങ്ങളിൽ അവൻ ഏർപ്പെട്ടില്ലമ്മ. മോനെ, എന്നിട്ട് എന്തായിടാ അവൻ്റെത്? എന്തോ ഉമ്മ പറയാൻ. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ ഷമീറേ. എന്താടാ? പിന്നെ ഷമീറെ, ഞാൻ പാസ്സായടാ. എന്നെ വന്നവൻ കെട്ടിപ്പിടിച്ച രംഗം ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. ആണോ? അതെടാ, ഉയർന്ന റാങ്കുണ്ട്. സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയായി. ആ വീട്ടിൽ വല്ലാത്ത സന്തോഷം. അവൻ്റെ ഉമ്മ കരഞ്ഞുപോയി. അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ലായിരുന്നു, അത് അഭിമാനത്തിൻ്റെ കണ്ണീര്. റബ്ബേ, എൻ്റെ പൊന്നുമോൻ ഇത്രയധികം കഷ്ടപ്പെട്ട് പോലീസിൽ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാധ്യമായല്ലോ അല്ലാ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഉമ്മ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ദിവസം, നമ്മുടെ പോലീസാകുമ്പോൾ ശരീരമൊക്കെ ബോഡിയൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്യുമല്ലോ ഫിസിക്കലായിട്ട്, അങ്ങനെ ഉമ്മ സൈഫുദ്ദീനെ ടെസ്റ്റ് ചെയ്യാണ്. ശരിക്കും വലിയ ഗ്രൗണ്ടിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പലർക്കും പ്രതീക്ഷയുണ്ട്. അല്ലാഹുവേ, ഈ ടെസ്റ്റിൽ ഞങ്ങൾ പൊട്ടിപ്പോകുമോ അതോ വിജയിക്കുമോ എന്ന്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണം. ഓരോ ഭാഗവും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സൈഫുദ്ദീൻ്റെ ഊഴമായി. പേര് സൈഫുദ്ദീൻ. ഒരു നിശബ്ദത, അതിനുശേഷം ഒരു ചിരി. എന്താടാ, നീ തീവ്രവാദിയാണോ? അത് കേട്ട് സൈഫുദ്ദീൻ്റെ ശ്വാസം ഒന്ന് നിലച്ച പോലെ. സർ, ഞാൻ. മാറി നിൽക്ക്. അതെ, അവിടെ നിന്ന് അവനെ ഇറക്കി വിടുകയായിരുന്നു. എല്ലാവരുടെയും ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തി. പക്ഷേ സൈഫുദ്ദീൻ എന്ന പേര് കൊണ്ട് മാത്രം അവനെ അവിടെ കടുപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ എന്നെ നേരെ കാണാൻ വന്നു അവന്. ആ രാത്രി തന്നെ സൈഫുദ്ദീൻ ഷമീറെ എന്ന് പറഞ്ഞു. അന്ന് പള്ളിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഉമ്മ, അവൻ്റെ മുഖം വല്ലാതായിരുന്നു. എന്നോട് പറഞ്ഞ ആ കാര്യം ഇപ്പോഴും ഓർക്കാണ്. അവൻ ചുമരിലേക്ക് തന്നെ നോക്കിയിരിക്കാണ്. എൻ്റെ പേര് തെറ്റാണോ ഷമീറെ? സൈഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിലിത്ര തെറ്റ്? ദീനിൻ്റെ സുരക്ഷിതത്വം എന്നൊക്കെയല്ലേ അതിൻ്റെ അർത്ഥം? സേഫ്റ്റി, അതെ, ദീനിൻ്റെ. അതിപ്പോൾ അത്ര തെറ്റായ കാര്യമാണോ? അത് കേട്ടപ്പോൾ നമ്മുടെ ഷമീർ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. സൈഫുദ്ദീൻ, എന്തടാ നിനക്ക് പറ്റിയത്? എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. എൻ്റെ പേര് കേട്ടപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നീ തീവ്രവാദിയാണോന്ന്. എന്താടാ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എങ്ങനെയൊക്കെ? ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു വെപ്പ് വെച്ചതല്ലേ? മുസ്ലിം ആയത് എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണോ? എന്നാൽ അത് കേട്ടപ്പോൾ ഷമീറിന് വല്ലാത്ത സങ്കടമായി. കാരണം മറ്റൊന്നുമല്ല. എന്നാൽ സൈഫുദ്ദീൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, എടാ, അതിൻ്റെ ടെസ്റ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്നെ ബോഡി ചെക്കപ്പ് നടത്തിയ സമയം, അതെ, എൻ്റെ മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, അതൊക്കെ
മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി അത്രക്കും ദിവസങ്ങളിൽ ഞാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടി. അതെ, ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ഓക്കെ ആയി കൊടുത്തതാണ്. അതുവരെ ഞാൻ അതിനു വേണ്ടി ചെയ്തു. പക്ഷേ അവിടെ എത്തിയപ്പോൾ പേര് സൈഫുദ്ദീനാണെന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തി. അതെ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ തീവ്രവാദികളെ പോലെയാണ് കാണുന്നത്. സത്യമായിട്ടും എനിക്കത് വല്ലാത്ത ടെൻഷനുണ്ടടാ. സാരല്ല, ഇൻഷാ അല്ലാ നിനക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും. അതല്ലെങ്കിലും വേറെ പല ജോലികളും ഉണ്ടല്ലോ. എന്നാൽ അവൻ്റെ സ്വപ്നം അത് മാറ്റി നിർത്താൻ അവനാകുന്നില്ലായിരുന്നു. എടാ, എനിക്ക് കഴിയുന്നില്ല, ഞാൻ തകരില്ലടാ, ഞാൻ വീണ്ടും തുടങ്ങും. നോക്കിക്കോ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു വാക്കുകൾ ഇപ്പോഴും അവൻ്റെ നെഞ്ചിലുണ്ട്. ഷമീറിൻ്റെ ഉമ്മയോട് കാര്യങ്ങൾ പറയുകയാണ്. ഉമ്മ ചോദിച്ചു, അല്ല മോനെ എന്തായി? ഉമ്മ, അവനിപ്പോൾ അതിനേക്കാൾ ഏറെ വലിയ വേറെന്തൊക്കെയോ പഠനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരിക്കലും തോറ്റുപോവില്ല എന്ന് കരുതിയിട്ട്. എന്നാലുമ്മ, പിന്നീട് അതെ, ഒരു വാർത്ത കേട്ടു. TV സ്ക്രീനിൽ വർഷങ്ങൾക്ക് ശേഷം വന്നത് ദേശീയ അവാർഡിന് അർഹനായത് നമ്മുടെ സൈഫുദ്ദീൻ എന്ന പേരുള്ള അവനായിരുന്നു. ശരിക്കും ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. മോനെ, അതെ ഉമ്മ, ഇപ്പോൾ പോലീസിനേക്കാൾ വലിയൊരു ജോലിയിൽ അവൻ ഏർപ്പെട്ടിരിക്കുന്നു. മോനെ, അൽഹംദുലില്ലാ. അല്ല മോനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തോ ഉമ്മ? എൻ്റെ മോൻ പറഞ്ഞല്ലോ DGPക്ക് ഒരു മോളുണ്ടെന്ന്. എന്താ, സൈഫുദ്ദീനെ ഓളെ നോക്കണോ? അത് കേട്ട ഷമീർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ലാ ഉമ്മ, ഞാൻ പോലും വിചാരിക്കാത്തതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതേ മോനെ, നല്ല കാര്യം തന്നെയല്ലേ. എന്തായാലും നിൻ്റെ കൂട്ടുകാരനാണേനും പിന്നെ നല്ല സ്ഥാനമാനത്ത് നിൽക്കുന്ന ആളാണോ ഉമ്മ? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ മോനെ, എന്നാ ഒന്ന് വന്ന് കിടക്കാൻ നോക്ക്. പിന്നെ നാളെ രാവിലെ തന്നെ പോകണം കേട്ടോ, നിക്കാഹിൻ്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ട്. സീനത്തിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ ഉമ്മ. ആ അതെ മോനെ. എന്നാൽ ആ രാത്രി അതാ ഷമീർ വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം ഹാപ്പിയായി ഉറങ്ങുവാൻ വേണ്ടി കിടക്കുകയാണ്. ഹോ റബ്ബേ, എന്തൊക്കെയായി തീരും ആവോ. എല്ലാം പെട്ടെന്ന് ആകുന്ന പോലെ. സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിക്കുന്നു. അല്ലാ, യാതൊരു പ്രശ്നങ്ങളും പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെ വേഗം കഴിയണേ അല്ലാ. പിന്നെയാണെങ്കിൽ സഫി, ഞാൻ സീനത്തിനെ കണ്ടിട്ടുമില്ല, അവളോട് സംസാരിച്ചിട്ടുമില്ല. പിന്നെ തിരക്കും കാര്യങ്ങളും. എന്തായാലും നിക്കാഹ് എടുത്തതല്ലേ, ഇനിയിപ്പോൾ അതിനു മുമ്പ് മറ്റൊരു ഹറാമ് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് അങ്ങോട്ട് മുന്നിട്ട് പോകാതിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ആസിഫ് സാറും അവരുടെ പിതാവൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊരു ഭാഗത്ത് അങ്ങനെ നിന്നാൽ മതിയല്ലോ. എനിക്കെൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് എൻ്റെ ആസിഫ് സാറ്. എല്ലാ കാര്യത്തിനും ആസിഫ് സാറ് എൻ്റെ കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി, മോനെ കിടക്കുന്നില്ലേ? ഉമ്മ വിളിച്ചു. ആ ഉമ്മ. രാത്രി ആകാശം നിശബ്ദം. ചന്ദ്രൻ്റെ വെളിച്ചം ജനാല വഴി മുറിയിലേക്ക് വീഴുന്നു. അന്നും ഷമീർ ആ കിടക്കയിൽ കിടന്നില്ല. അത് സീനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അതെ, അവൻ അന്നും പതിവ് പോലെ നിലത്താണ് കിടന്നത്. പക്ഷേ ഉറക്കം അവനോട് ഏറെ ദൂരത്തായിരുന്നു. കാരണം നാളെയാണ് അവൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ദിവസം. സീനത്ത്, ആ പേര് മാത്രം മതി അവൻ്റെ ഹൃദയം പതുങ്ങാൻ. സീനത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളാണ്. സീനത്തെ അവൻ മനസ്സിൽ വിളിച്ചു. ആ ശബ്ദം പുറത്തു വന്നില്ല. പക്ഷേ ഹൃദയം മുഴുവൻ അവളുടെ പേരിൽ നിറഞ്ഞു. നീ എനിക്ക് എന്താണെന്ന് നിനക്കറിയുമോ സീനത്തെ? നീ എൻ്റെ സമാധാനമാണ്, നീ എൻ്റെ ജീവിതമാണ്. അവൻ കണ്ണുകൾ അടച്ചു. അവൾ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ലജ്ജയോടെ. ഷമീർ. അവളുടെ ശബ്ദം മൃദുവായിരുന്നു. നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു? ഇത്രമാത്രം എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു നീ? അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. സ്നേഹം മാത്രമല്ല സീനത്തെ, ഞാൻ നിന്നെ സംരക്ഷിക്കണം. എടി മോളെ സീനത്തെ, എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ നിനക്ക് നൽകും. നിനക്ക് വേണ്ടിയതെല്ലാം ഞാൻ തരും. പിന്നെ നമ്മുടെ കുഞ്ഞ്
അതെ, അത് നീ പ്രസവിച്ച കുഞ്ഞാണെങ്കിലും ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞാണെങ്കിലും അവൻ ഇനി മുതൽ നമ്മളുടെ രണ്ടുപേരുടെയും കുഞ്ഞായിരിക്കും. അവൻ ചിരിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൈകളിലെടുക്കും സുരക്ഷിതമായി. അതെ, അവനെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ. ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞല്ല എന്നൊരാളും അറിയാൻ പാടില്ല. നീ ഒരിക്കലും ഒറ്റപ്പെടില്ല. അതെ, നീയും കുഞ്ഞും എപ്പോഴും എൻ്റെ സുരക്ഷാ വലയത്തിൽ സേഫ്റ്റി ആയിരിക്കും. എന്നാൽ നല്ല നല്ല മധുര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അന്ന് ഷമീർ ഉറങ്ങുകയാണ്. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ആ കിടക്കേ കണ്ട് കിടന്നൂടെ മോനെ? എന്തിനാണ് ഈ വെറുതെ വെറും പായിൽ കിടക്കണ്? അതിനെന്തോ ഉമ്മ, കുഴപ്പമില്ല. ഈ അച്ചിപ്പായിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ എൻ്റെ പൊന്നുമ്മ, അത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. പൊന്നു മോനെ, നീ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറല്ലേ, എന്നിട്ട് പോലും എന്തിനാ ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്നത്? അല്ലുമ്മ, എൻ്റെ ഇഷ്ടങ്ങൾ അതാണ്. എൻ്റെ ഇഷ്ടങ്ങൾ അതെ, വളരെയധികം താഴ്മയോടുകൂടി ജീവിക്കുക. അതെ, അത്രക്കും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എനിക്ക് എൻ്റെ സന്തോഷം എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഒരുപാട് വലിയ കൊട്ടാരങ്ങളും കോട്ടകളും കെട്ടി സന്തോഷിക്കുന്നതിന് പകരം കൊച്ചുകുടിലെ ഈ മൺതിണ്ണയിൽ ഈ ഒരു അച്ചിപ്പായ വിരിച്ച് കിടക്കുമ്പോഴുള്ള സുഖം, അതെ, ആ ജനാലക്കരികിലൂടെ വരുന്ന ആ ഒരു കാറ്റ്, ഉമ്മ, അതിനേക്കാളും വലിയതായിട്ട് ഒന്നുമില്ല ഉമ്മ. സത്യം, എനിക്ക് ഇതാണ് സന്തോഷം. അന്നവൻ പതുക്കെ അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ അതെ, തൻ്റെ കൺമുമ്പിൽ ശരിക്കും സീനത്തിനെ കാണുന്ന പോലെ. മോളെ സീനത്തെ, ഇനിയും വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലടി, നമുക്ക് ഒന്നായി തീരണ്ടേ? നിൻ്റെ ഭർത്താവ് എന്നെ ഏൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ നിന്നെ സുരക്ഷിതയാക്കിയിരിക്കും. പുറത്ത് പുലരി അടുക്കുന്നു, പക്ഷികൾ ശബ്ദിക്കുന്നു. ഷമീർ ജനാല ഒന്നുകൂടെ തുറന്നു. അതെ, നല്ല ആഴത്തിലുള്ള ഒരു നിശ്വാസം. അവൻ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി നല്ല തണുത്ത വെള്ളത്തിൽ ഉളൂഹ് ചെയ്തു. അവൻ തഹജ്ജുദ് നമസ്കരിക്കുവാൻ വേണ്ടി റൂമിലെത്തി. അതെ, അവൻ നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, സീനത്തിൻ്റെ മനസ്സ്, അല്ലാഹുവേ നീ നല്ല ബുദ്ധി കൊടുക്ക് റഹ്മാൻ, ഇനി ഒരിക്കലും ഒരു തെറ്റിലേക്കും വീഴല്ല അല്ലാ. ഹൈറാണെങ്കിൽ എനിക്ക് അവളെ നീ സ്വന്തമാക്കി തരണം അല്ലാ. അവൻ വീണ്ടും ദുആ ചെയ്തു. നാളെ മുതൽ നീ എൻ്റെ ജീവിത സഖിയാകാൻ ഒരുങ്ങും അല്ലേ? നാളെ നിശ്ചയിക്കണം, നിക്കാഹിൻ്റെ ദിവസം. അതെ, ഇൻഷാ അല്ലാ. സീനത്തെ, ഞാൻ വരുന്നു നിൻ്റെ അരികിലേക്ക്. വാക്കുകളിലല്ല, ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വാഗ്ദാനമാണത് എൻ്റെ സീനത്തെ. എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, വിഷമിക്കല്ലേ കേട്ടോ. അങ്ങനെ അതാ അവൻ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. മോനെ, പള്ളിയിലേക്ക് പോകുന്നില്ലേ? ബാങ്ക് കൊടുക്കാനായല്ലോ. ആ ഉമ്മ. അതെ, അവൻ ആ വയൽവരമ്പിലൂടെ നേരെ പള്ളിയിലേക്ക് പോകുന്നു. അന്ന് ബാങ്ക് വിളിക്കാൻ ഷമീർ എത്തിയില്ല. പകരം അവിടെ നിന്ന് മനോഹരമായ ഒരു ബാങ്കുലി കേട്ടു. ഷമീർ വളരെയധികം സന്തോഷത്തോടു കൂടി അതിന് ജവാബ് ചൊല്ലിക്കൊണ്ടിരുന്നു. അത് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിക്കാഹിൻ്റെ നിശ്ചയത്തിൻ്റെ ടൈമാണ്, ഇൻഷാ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാവം ഷമീർ ഒന്നും അറിഞ്ഞിട്ടില്ല. സീനത്ത് പറഞ്ഞ വാക്കുകളും സീനത്ത് ചെയ്തതും ഒന്നും അറിയുന്നില്ല. അതെ, തന്നെ മാത്രം മനസ്സിൽ തനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളാണ് സീനത്ത് എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഷമീറിൻ്റേത്. ഇൻഷാ അല്ലാ, എന്തായിത്തീരും നമ്മുടെ ഷമീറിൻ്റെ ജീവിതം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.